ഇത് കണ്ടോ, ഇതുണ്ടല്ലോ ആൾട്ടർനന്ത എന്ന് പറഞ്ഞൊരു ചെടിയാണ്. ഇതിനെ ഞാനൊരു കുഞ്ഞു പോട്ടിൽ സെറ്റ് ചെയ്ത് നല്ല സുന്ദര ചെടിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതെങ്ങനെ സെറ്റ് ചെയ്യുന്നതെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത്. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോവാം. എന്താ നല്ല സ്റ്റൈലിലാണ്. അപ്പോൾ ഇതുപോലത്തെ കുഞ്ഞു വൈറ്റ് പോട്ടാണ് ഞാനിത് നടാനെടുത്തിട്ടുള്ളത്. ഇതിൽ ചകിരിച്ചോറും കുറച്ച് മണ്ണും മിക്സ് ചെയ്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു നനവിലാണ് നട്ടു കൊടുക്കുന്നത്. വളമൊന്നും ഇട്ട് കൊടുത്തിട്ടില്ല. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ ആൾട്ടർനന്ത എന്ന് പറഞ്ഞ ആ പ്ലാന്റ് കേട്ടോ. ഇനി നമുക്ക് ഇതിന്ന് കുറച്ച് ഇതിൻ്റെ തുമ്പുകൾ നുള്ളിയെടുത്തിട്ട് ആ കുഞ്ഞു പോട്ടിൽ നട്ടു കൊടുക്കാം. കണ്ടോ, ഇതും കോളിയാസിനെ പോലെ തന്നെയാണ്. ഇതിൻ്റെ തല നുള്ളി കൊടുക്കുമ്പോൾ വീണ്ടും രണ്ട് സൈഡിലായിട്ട് വരും. അങ്ങനെ ബുഷിയായിട്ട് വരും. ഇതിപ്പോൾ മദർ പ്ലാന്റ് ആണ്, അതുകൊണ്ട് ഇത് അത്ര നല്ല ബുഷായിട്ട് നിൽക്കുന്നില്ല. ഇനിയിപ്പോൾ ഇതൊന്ന് നുള്ളി എടുത്തിട്ട് ഞാനിനി പുതിയ ചെടി വീണ്ടും ഉണ്ടാക്കും. അപ്പം നമുക്ക് കുറച്ച് നുള്ളിയെടുത്ത തലകളെല്ലാം നട്ടു കൊടുക്കുന്ന എങ്ങനെയെന്ന് കാണിച്ചു തരാം. നല്ല വെയിൽ വേണ്ടുന്നൊരു ചെടിയാണിത്, വെയിലും വെള്ളവും. അപ്പോൾ ഇത് കണ്ട ഇത്രയും തല ഞാൻ നുള്ളിയെടുത്തു ആ ചെടിയിൽ നിന്ന്. ഇനി ഇത് നമുക്ക് ആ കുഞ്ഞു പോട്ടിലേക്ക് നട്ടു കൊടുക്കാം. നല്ല ഭംഗിയാണ് ഇതിൻ്റെ ഇലകൾ കാണാൻ. ഗ്രേയും പിങ്കും കൂടെ കലർന്ന നല്ലൊരു ചെടിയായത്. വളമൊന്നും കൂടുതൽ ആവശ്യമില്ല, വെള്ളം മാത്രം മതി, വെയിലും. അപ്പോൾ ഇനി ഇതിൻ്റെ ഓരോ പീസായിട്ട് എടുത്തിട്ട് നമുക്ക് പോട്ടിലേക്ക് നട്ടു കൊടുക്കാം. ഇങ്ങനെ വെറുതെ ഒന്ന് കുത്തി കൊടുത്താൽ മതി, എന്നിട്ട് ചെറുങ്ങനെ ഒന്ന് അമർത്തി കൊടുത്താൽ മതി. കണ്ട, ചകിരിച്ചോറും കുറച്ച് മണ്ണും മിക്സ് ആക്കിയിട്ടാണ് ഞാൻ ഈ പോട്ടിൽ നിറച്ചിട്ടുള്ളത്. വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നട്ട് കഴിഞ്ഞ് വെള്ളം ഒഴിക്കൊന്നും വേണ്ട, നനവുണ്ട് ഓൾറെഡി. അതുകൊണ്ട് ഇനി വെള്ളം ഒഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല. എന്താ കുഞ്ഞു പോട്ടിൽ നടുമ്പോൾ കാണാൻ ഏത് ചെടിയും നല്ല ഭംഗിയാണ്. ഇതുപോലെ കുഞ്ഞു പോട്ടിൽ സ്റ്റാർ ഗ്രാസ് എന്ന് പറയുന്ന ചെടിയില്ലേ, അതും നട്ടു കൊടുത്താൽ നല്ല രസമാണ് വൈറ്റ് പോട്ടിൽ നട്ടിട്ട് കാണാൻ. എന്തായാലും ഞാനിത് 2-3 ദിവസം ഇൻഡോറായിട്ട് വെക്കും. അത് കഴിഞ്ഞിട്ട് ഇതിനെ പുറത്തേക്ക് വെക്കുമല്ലോ. അത്രയ്ക്ക് ഭംഗിയായത് കാണാൻ. എല്ലാം നട്ട് കഴിഞ്ഞു. ഇനി വേണമെങ്കിൽ കുറച്ച് വെള്ളം തളിച്ച് കൊടുക്കാം, അങ്ങനെ കൂടുതൽ ഒഴിച്ച് കൊടുക്കണമെന്നൊന്നുമില്ല. അത് ഞാൻ എന്നിട്ട് എൻ്റെ സെൻറ്റർ ഹാളിൽ ടീപ്പോയിൻ്റെ മേലെ കൊണ്ടുവച്ചു കേട്ടോ. നല്ല ഭംഗിയില്ലേ കാണാൻ. ഇതിന് മുന്നേ ഞാനൊരു മണി പ്ലാന്റ് നട്ടിട്ടുണ്ടായിരുന്നു, കണ്ടോ അതുപോലെ. അതും ഈ ടീപ്പോയിൻ്റെ മേലെ കൊണ്ടുവച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതുപോലെ നട്ട് നോക്കണേ. ഓക്കേ.